പ്രതിഷേധമാണ് നാടൊട്ടുക്കും. കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിക്കാനിടയായ സാഹചര്യത്തിൽ ഈ അനാസ്ഥയ്ക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ആരോഗ്യവകുപ്പിനും സർക്കാരിനുമെതിരെ കനത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ കടന്നിരിക്കുന്നു. നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ പരിശോധിക്കുകയായിരുന്നു. കോട്ടയം DCCയുടെ നേതൃത്വത്തിൽ നടന്ന കോൺഗ്രസിന്റെ പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലാണുള്ളത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ BJPയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. MLA ഓഫീസിന് വീണ ജോർജിന്റെ ഓഫീസിലേക്കാണ് BJPക്കാരുടെ പ്രതിഷേധം ഉണ്ടായത്. കൊല്ലം കണ്ണനല്ലൂരിൽ അവിടെ ഒരു ശവമഞ്ചത്തിൽ പ്രതീകാത്മകമായി ആരോഗ്യമന്ത്രിയുടെ രൂപം കിടത്തിക്കൊണ്ടാണ് അവിടെ ഒരു പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ പാലക്കാട്ട് നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ്. അത് തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ വീട്ടിൽ ആ മൃതശരീരത്തിൽ അവസാനമായി കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള നാട്ടുകാർ, അവിശ്വസനീയമായ ഈ മരണത്തിൽ, ഈ വേർപാടിൽ വേദനയിൽ തന്നെ കഴിയുന്ന കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ബിന്ദുവിനെ കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. നേരത്തെ ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞത് കുടുംബത്തിൻ്റെ നഷ്ടം പരിഹരിക്കാൻ കഴിയില്ല, അതേസമയം തന്നെ അവരുടെ ദുഃഖം ഒരു തരത്തിലും പരിഹരിക്കാൻ കഴിയാത്തതാണ്. എങ്കിലും അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ഈ കുടുംബത്തെ ദത്തെടുക്കണം. മാത്രമല്ല കുഞ്ഞിൻ്റെ ആ പെൺകുട്ടിയുടെ നവമിയുടെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ്, അതോടൊപ്പം കുട്ടിക്കൊരു സർക്കാർ ജോലി നൽകാൻ സർക്കാർ തയ്യാറാകണം. ഇത് ഒരു സാധാരണ മരണമല്ല, ഇത് കൊലപാതകമാണെന്നും ആരോഗ്യമന്ത്രിയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണം എന്നുമാണ് നേരത്തെ ബിന്ദുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ സംസാരിച്ചപ്പോൾ ഇതൊരു ഓണർ കില്ലിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ സർക്കാർ കുറ്റക്കാരാണ് എന്നാണ് BJP നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ തലയോലപ്പറമ്പിൽ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ബിന്ദുവിനെ അവസാനമായി കണ്ട് യാത്ര പറയാനെത്തുന്ന ധാരാളം നാട്ടുകാരെ നമുക്ക് കാണാം. ഒരു സങ്കടക്കടലായി തലയോലപ്പറമ്പിലെ ആ നാട് മാറിയിരിക്കുന്നു. ഒരു നൊമ്പരമായി ബിന്ദു മാറിയിരിക്കുന്നു.